ദോഹ മെട്രോയിലും ലുസൈൽ ട്രാമിലും ഭിന്നശേഷിക്കാർക്ക് ഒരുപാട് സഹായകമാകുന്ന സൺഫ്ലവർ പദ്ധതിക്ക് തുടക്കമായി എന്നുള്ള ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. പൊതുഗതാഗത സംവിധാനം എല്ലാവർക്കും ഒരുപോലെ പ്രാപ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി നടപ്പാക്കി തുടങ്ങുന്നത്. കാഴ്ചയിൽ പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്ന യാത്രക്കാർക്ക് സഹായകമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു പദ്ധതി കൊണ്ടുവരുന്നത്. ഓട്ടിസം പോലുള്ള അവസ്ഥകളില്ലേ, ഓട്ടിസം, കാഴ്ച പരിമിതി, കേൾവിക്കുറവ്, വിട്ടുമാറാത്ത വേദന തുടങ്ങി പുറമേ കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയാത്ത ഭിന്നശേഷികളുള്ളവർക്ക് മെട്രോ ജീവനക്കാരുടെ പ്രത്യേക സഹായം ആവശ്യമുണ്ടെന്ന് അറിയിക്കാൻ ഈ പദ്ധതിയിലൂടെ സഹായിക്കും. ഇത്തരം യാത്രക്കാർ സൺഫ്ലവർ ചിഹ്നമുള്ള ബാഡ്ജുകൾ ധരിക്കാവുന്നതാണ്. ഇതിലൂടെ യാത്രക്കാരന് പെട്ടെന്ന് സഹായം ആവശ്യമാണെന്ന് ജീവനക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും എന്നുള്ളതാണ്. പദ്ധതിയുടെ ഭാഗമായിട്ട് മെട്രോ ട്രാം ജീവനക്കാർക്ക് ഇതുമായി ബന്ധപ്പെട്ട പരിശീലനം അധികൃതർ നൽകിയിട്ടുണ്ട്. നേരത്തെ ഹമദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും സൺഫ്ലവർ പദ്ധതി വിജയകരമായി നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ലോകത്ത് മിക്ക രാജ്യങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട സംവിധാനങ്ങൾ ഓൾറെഡി കൊണ്ടുവന്നിരിക്കുന്നു. ദോഹ ഖത്തറിലും അന്താരാഷ്ട്ര വിമാനത്താവളത്തിലും അതുപോലെ തന്നെ മെട്രോയിലും ട്രാമിലും എല്ലാം ഇത്തരം സംവിധാനങ്ങൾ നടപ്പാക്കുന്നതിലൂടെ ഏറ്റവും സൗഹാർദ്ദപരമായി ആളുകൾക്ക് യാത്രാനുഭവം പകർന്നു നൽകുന്ന സംവിധാനമായി ഖത്തറിലെ ട്രാഫിക് ഗതാഗത സൗകര്യങ്ങൾ മാറും എന്നാണ് അധികൃതർ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത്.